ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. കണ്ണൂരിന്റെ കായിക കുതിപ്പിന് ഇനി പുതിയ വേഗം. സിന്തറ്റിക് ട്രാക്ക് അവസാന മിനിറ്റ് പണിയിൽ. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും എയർ കേരള പറന്നുയരും. ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതായി സിഇഒ. മുദ്ര വായ്പാ പദ്ധതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജില്ലാതല സമിതി രൂപീകരിക്കാൻ തീരുമാനം. കൊടി സുനിയുടെ പരോൾ വിവാദമാക്കേണ്ടതില്ലെന്ന പ്രതികരണവുമായി അമ്മ. പ്രതികരിച്ച് എം.വി. ഗോവിന്ദനും. കണ്ണൂർ സർവകലാശാല നോക്കുകുത്തിയാകുന്നു. കേറിയിപ്പിന്റെ മറവിൽ നടക്കുന്നത് ഗുരുതര ക്രമക്കേടുകളെന്ന് മുഹമ്മദ് ഷമ്മാസ്. വിജയോത്സവം നടത്തി കുറുവ UP മാതൃവിദ്യാലയത്തിലേക്ക് പോകുന്ന ടീച്ചർക്ക് ആദരവും. കലാഹൃദയത്തിനു മുന്നിൽ ഒന്നും പാഴ്വസ്തുവല്ല. പാഴ്പേനകളിൽ കടമ്പൂർ സ്കൂൾ JRC നിർമ്മിച്ച വർണ്ണവിസ്മയം ശ്രദ്ധേയമാകുന്നു. തിരുവത്സരത്തിൽ പൊഴിഞ്ഞ വളക്കൈയിലെ ജീവൻ. ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസ്. RTO ഓഫീസിലേക്ക് ഇരച്ചുകയറി KSU. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയം പ്രതിഷേധ ധർണയുമായി TTDC എംപ്ലോയീസ് അസോസിയേഷൻ CITU. നോക്കാം വിശദമായ വാർത്തകൾ. കണ്ണൂരിന്റെ കായിക കുതിപ്പിന് കരുത്തേകാൻ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്ക് ഒരുങ്ങുന്നു. സിന്തറ്റിക് ട്രാക്കിന്റെയും ഫുട്ബോൾ മൈതാനത്തിന്റെയും നിർമ്മാണ പ്രവൃത്തി ജനുവരിയിൽ പൂർത്തിയാകും. 7.57 കോടി രൂപ ചിലവിൽ കേരള പോലീസ് സ്പോർട്സ് ആൻഡ് യൂത്ത് വെൽഫെയർ സൊസൈറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ മൈതാനവും നിർമ്മിക്കുന്നത്. സിന്തറ്റിക് ട്രാക്കിൽ 4.5 സെന്റിമീറ്റർ കനത്തിൽ ബിറ്റുമിൻ മെക്കാഡവും 2.5 സെന്റിമീറ്റർ കനത്തിൽ ബിറ്റുമിൻ കോൺക്രീറ്റും നടത്തി 1.5 സെന്റിമീറ്റർ കനത്തിൽ റബ്ബർ, പോളിയുറത്തേൻ എന്നിവയുടെ മിശ്രിതം പാകി. ഫുട്ബോൾ ഗ്രൗണ്ടിന് 105 മീറ്റർ നീളവും 68 മീറ്റർ വീതിയുമുണ്ട്. മൈതാനത്ത് പ്രത്യേക ജിയോ ടെക്സ്റ്റൈൽ വിരിച്ചു. ജിയോ ടെക്സ്റ്റൈലിന്റെ മുകളിൽ 10 സെന്റിമീറ്റർ കനത്തിൽ മണലും ചകിരിച്ചോറും അടങ്ങിയ മിശ്രിതം നിറയ്ക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബർമുഡ ഗ്രാസ് വിരിക്കുന്ന പ്രവൃത്തിയാണ് ഇനി ബാക്കി. ഫുട്ബോൾ മൈതാനത്തിൽ ഡ്രൈനേജ് നിർമ്മാണം പൂർത്തിയായി. പോലീസ് മൈതാനത്ത് ഇൻഡോർ കോർട്ട് നിർമ്മാണവും തുടങ്ങി. ഇവിടെ ബാഡ്മിന്റൺ, വോളിബോൾ എന്നിവ പരിശീലിക്കാം. പദ്ധതിക്ക് 1.42 കോടി രൂപ ചെലവ് വരും. മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസ് ഗ്രൗണ്ടിലും ബ്രണ്ണൻ കോളേജ് ഗ്രൗണ്ടിലും തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലുമാണ് ജില്ലയിൽ സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. 7.57 കോടി ചെലവിൽ കേരള പോലീസ് സ്പോർട്സ് ആൻഡ് യൂത്ത് വെൽഫെയർ സൊസൈറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ മൈതാനവും നിർമ്മിക്കുന്നത്. കണ്ണൂരിലെ പ്രധാന കായിക മത്സരങ്ങൾക്കെല്ലാം വേദിയാകാറുള്ളത് പോലീസ് പരേഡ് ഗ്രൗണ്ടാണ്. കണ്ണൂർ സ്പോർട്സ് സ്കൂളിലെ അത്ലറ്റുകളും ഫുട്ബോൾ താരങ്ങളും വർഷങ്ങളായി ഇവിടെയാണ് പരിശീലനം നടത്തുന്നത്. കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിൽ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഗ്രേറ്റ് സ്പോർട്സ് എന്ന സ്ഥാപനത്തിലാണ് നിർമ്മാണ ചുമതല. സംസ്ഥാനത്ത് പോലീസ് വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. 2025 രണ്ടാം പകുതിയോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും എയർ കേരള പ്രവർത്തനം ആരംഭിക്കുമെന്ന് എയർ കേരള ചെയർമാൻ അഫി അഹമ്മദും കിയാൽ MD ദിനേശ് കുമാറും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച കണ്ണൂർ വിമാനത്താവളത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ എയർ കേരള CEO ഹരീഷ് കുട്ടിയും കിയാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനി കുമാറും ഒപ്പുവച്ചു. വാർത്താ സമ്മേളനത്തിൽ എയർ കേരള ചെയർമാൻ അഫി അഹമ്മദും കിയാൽ MD ദിനേശ് കുമാറും ധാരണാപത്രം പരസ്പരം കൈമാറി. പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ണൂരിൽ നിന്നും അടുത്തുള്ള വിമാനത്താവളങ്ങളിലേക്ക് എയർ കേരള സർവീസ് ആരംഭിക്കും. പിന്നീട് വിമാനങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് കൂടുതൽ പ്രതിദിന സർവീസുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ ATR വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര സർവീസുകളും പിന്നീട് സിംഗിൾ എയർ ജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളും ആരംഭിക്കാനാണ് പദ്ധതി. എയർ കേരളയുടെ CEO എൻ്റെ പേഴ്സണൽ കരിയറിൽ ഒരു ഡ്രീം കം ട്രൂ ആണ്. മലയാളിയാണ്. കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ സംസ്കാരവും നമ്മളുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ലോകത്തിലേക്ക് എന്ത് ചെയ്യുന്നു അതൊന്ന് എക്സിബിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നന്നായിട്ട് ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ് എയർ കേരളക്ക്. കാരണം ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് 72 ATR 72-600 എയർക്രാഫ്റ്റ് ആണ്. 76 സീറ്റേ ഉള്ളൂ. ഓക്കെ, കണ്ണൂരിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് നിയർ ബൈ ഏരിയാസിൽ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് 150 സീറ്റുള്ള ജെറ്റ് ഇട്ടാൽ ഫില്ല് ചെയ്യാൻ കഴിയുന്നിരിക്കില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ചെറിയ എയർപ്ലെയിൻ ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് സെർവ് ചെയ്യാത്തത്. നമ്മൾ അതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. വിത്ത് ദ സപ്പോർട്ട് വി ആർ ഗെറ്റിംഗ് ഫ്രം കിയാൽ എനിക്ക് തോന്നുന്നു നമുക്ക് വളരെയധികം ഡെസ്റ്റിനേഷൻസ് കണ്ണൂരുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും. എയർ കേരളയുമായുള്ള സഹകരണം ഉത്തര മലബാറിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാവുമെന്ന് കിയാൽ MD ദിനേശ് കുമാർ പറഞ്ഞു. എയർ കേരളയുടെ വിജയത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ കിയാൽ പ്രതിജ്ഞാബദ്ധമാണ്. ഈ പങ്കാളിത്തം ഇരു കക്ഷികൾക്കും ഗുണകരമാകുമെന്നും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ കണക്ടിവിറ്റി ലഭിക്കണമെന്ന പ്രദേശത്തെ യാത്രക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യം നിറവേറ്റുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എയർ കേരളയുമായുള്ള സഹകരണത്തോടെ കിയാൽ പുതുവർഷത്തിൽ വലിയ വളർച്ചയാണ് ലക്ഷ്യമിടുന്നത്. 2018 ഡിസംബറിൽ പ്രവർത്തനം ആരംഭിച്ച കണ്ണൂർ വിമാനത്താവളം 6 വർഷം കൊണ്ട്
65 ലക്ഷം യാത്രക്കാർ എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. എയർ കേരള ആരംഭിക്കുന്നതോടെ ഉത്തര മലബാറിലെ ടൂറിസം മേഖലയ്ക്കും നേട്ടമാകും. വാർത്താ സമ്മേളനത്തിൽ എയർ കേരള വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട, സിഇഒ ഹരീഷ് കുട്ടി, ഗ്രൌണ്ട് ഓപ്പറേഷൻസ് ഹെഡ് ഷാമോൻ, കിയാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനി കുമാർ, സിഎഫ്ഒ ജയകൃഷ്ണൻ എന്നിവരും സംബന്ധിച്ചു. മുദ്രാ വായ്പയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജില്ലാതല സമിതി രൂപീകരിക്കാൻ ജില്ലാ വികസന കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. പദ്ധതികൾ പ്രാവർത്തികമാക്കുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ കാലതാമസമില്ലാതെ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കെ സുധാകരൻ എം.പി നിർദ്ദേശം നൽകി. വായ്പ ലഭ്യമാകുന്നതിന് തടസ്സം നേരിടുന്നതായും വിദ്യാർത്ഥികളിൽ പലരും വിദ്യാഭ്യാസ വായ്പ കിട്ടാതെ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നതായും ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് പരാതികൾ പരിഹരിക്കുന്നതിന് ജില്ലാതല സമിതി രൂപീകരിക്കാൻ ജില്ലാ വികസന കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിച്ചത്. ജില്ലയിൽ വിവിധ വകുപ്പുകൾ മുഖേന നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഏകോപനവും പുരോഗതിയും യോഗം അവലോകനം ചെയ്തു. പദ്ധതികൾ പ്രാവർത്തികമാക്കുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ കാലതാമസമില്ലാതെ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കെ സുധാകരൻ എം.പി നിർദ്ദേശം നൽകി. ഇതിനെക്കുറിച്ച് നിങ്ങളാണ് പറയേണ്ടത്. കാരണം നിങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യുന്നവർ. നിങ്ങൾക്കാണ് ഇതിന്റെ പോരായ്മകൾ പരിഹരിക്കാനും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം തത്വത്തിൽ പഠിച്ച് നമ്മുടെ മുമ്പിൽ കലക്ടറുടെയും എംപിയുടെയും മുമ്പിൽ ഇതിന്റെ പോരായ്മകളും ഇതിന്റെ നേട്ടങ്ങളും ഒന്നും വ്യക്തമാക്കി പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് വേണം, എന്ത് മാറ്റം വരുത്തണം ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. കാരണം ഒരു പദ്ധതി പ്രാവർത്തികമാക്കുമ്പോൾ അതിന് പോരായ്മകൾ ഉണ്ടാകും. ആ പോരായ്മകൾ പരിഹരിച്ച് മുൻപോട്ട് പോകുന്നതാണ് പ്രായോഗികത. ആ പ്രായോഗികതയ്ക്ക് നമുക്ക് സാവകാശം വേണം, സമയം വേണം. ആ സമയം ഉണ്ടാക്കേണ്ടവർ നിങ്ങളാണ്, ഞാനാണ്. ആ സമയം ഉണ്ടാക്കി നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. DPC ഹാളിൽ ചേർന്ന യോഗത്തിൽ കലക്ടറുടെ ചുമതലയുള്ള ADM പത്മചന്ദ്രക്കുറുപ്പ്, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ രാജേഷ് കുമാർ, ജനപ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടിസുനിയുടെ പരോൾ വിവാദമാക്കേണ്ടതില്ലെന്ന് അമ്മ NK പുഷ്പയും സഹോദരി സുജിനിയും പറഞ്ഞു. തലശ്ശേരി പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. കഴിഞ്ഞ 6 വർഷമായി സുനിക്ക് പരോൾ ലഭിച്ചിട്ടില്ല. പരോൾ ലഭിച്ചത് നിയമപരമായാണ്. TP കേസിലെ പല പ്രതികൾക്കും നേരത്തെ പരോൾ ലഭിച്ചിട്ടുണ്ടെന്നും സുനിയും പരോളിന് അർഹനാണെന്നും അമ്മയും സഹോദരിയും പറഞ്ഞു. RMP നേതാവ് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടിസുനിക്ക് കഴിഞ്ഞ ദിവസമാണ് പരോൾ ലഭിച്ചത്. സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് 30 ദിവസം പരോൾ അനുവദിച്ചത്. 6 വർഷത്തിനു ശേഷമാണ് പരോൾ ലഭിച്ചത്. പരോൾ കിട്ടിയ സുനി ഡിസംബർ 28-ന് മലപ്പുറത്തെ തവന്നൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നു. നേരത്തെ പരോൾ ലഭിച്ചപ്പോഴെല്ലാം ക്രിമിനൽ കേസുകളിൽ പ്രതിയായതിനാൽ പരോൾ നൽകരുതെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. എന്നാൽ ഇതിലെ മനുഷ്യാവകാശ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് അമ്മ അപേക്ഷ നൽകിയത്. ഇത് അംഗീകരിച്ചാണ് പരോൾ അനുവദിച്ചിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഇതായിട്ടില്ല. അത് 6 വർഷം കിട്ടാതെ കൊണ്ട് ഞാനിങ്ങനെ മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷ കൊടുത്ത് സമർപ്പിച്ച് അപ്പോൾ ഇപ്പോൾ പരോൾ ലഭിച്ചു. അവസാനമാണ് അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച് പരോൾ ലഭിച്ചത്. അപ്പോൾ ഏതൊരു തടവുകാർക്കുള്ള ഒരു ആരോഗ്യമില്ലല്ലേ പരോള്. അതിപ്പോൾ കോവിഡ് കാലത്ത് പോലും ഈ പരോള് കിട്ടുക, പുറത്തിറങ്ങുക ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ 6 വർഷം കൂടിയിട്ട് കിട്ടിയ പരോളല്ല. അപ്പോൾ അത് റദ്ദാക്കണം, എന്തിൻ്റെ കാര്യത്തിലാണ് പരോൾ കൊടുത്തതെന്നുള്ളൊരു വിവാദം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അമ്മയ്ക്കും അങ്ങനെ കാണണം, അങ്ങനെയുള്ളൊരു കാര്യത്തിനാണ്. അസുഖമായിട്ട് അധികം നടക്കാനൊന്നും പറ്റില്ല, അങ്ങനെയുള്ള ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ള ഒരാളാണ് അമ്മ. ഇപ്പോൾ വാർത്താ ചാനലിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഈ 20 വർഷം തടവ് കിട്ടിയ ആളാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ കേസിൽ ഇതേ ശിക്ഷ കിട്ടി ഉള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരോള് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവന്റെ പരോള് കിട്ടുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര വിവാദമാക്കേണ്ടത്? എല്ലാവർക്കുള്ള ആനുകൂല്യം നിയമപരമായിട്ട് ഇവനും കിട്ടേണ്ടതല്ലേ. സുനിക്ക് പരോൾ നൽകിയത് അസാധാരണ സംഭവമാണെന്ന് TP ചന്ദ്രശേഖരന്റെ ഭാര്യയും വടകര MLA-യുമായ KK രമ ആരോപിച്ചു. വാരാന്ത്യത്തിൽ ഇനിയൊരു ഇടവേള. ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണമെങ്കിൽ നല്ല ഫീസ് കൊടുക്കേണ്ടി വരും. അതെന്തായാലും ഇപ്പൊ നടക്കൂല. GIT ഉള്ളപ്പോ എന്തിനാ വലിയ ഫീസൊക്കെ കൊടുത്ത് പഠിക്കണേ? കുറഞ്ഞ ഫീസല്ലേ ഉള്ളൂ അവിടെ. പിന്നെ നീ പറയണ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള സിലബസിനേക്കാളും അപ്ഡേറ്റഡ് സിലബസ് വെച്ചാണ് GITD ക്ലാസുകൾ കൊടുക്കുന്നത്. പിന്നെ GITD ഫാഷൻ ആൻഡ് ബ്യൂട്ടിക്ക് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് എന്റെ മേൽവിലാസം. സുന്ദരി
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കൊടിസുനിയുടെ പരോൾ വിഷയത്തിൽ പ്രതികരിച്ച് എം വി ഗോവിന്ദൻ. പരോൾ തടവുകാരന്റെ അവകാശമാണ്. ആർക്കെങ്കിലും പരോൾ നൽകുന്നതിൽ CPM ഇടപെടാറില്ല. അത് സർക്കാരും ജയിൽ വകുപ്പും തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. കൊടിസുനിക്ക് പരാതി പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരാൾക്ക് പ്രത്യേക പരോൾ വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPIM നടത്തുന്ന കാര്യമല്ല. ഞങ്ങൾക്കത് ബാധകമല്ല. അതെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക. അതിൽ പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ അതിൽ KK രമ ഉൾപ്പെടെ ആരോപിക്കുന്നത് KK രമ ആരോപിക്കുന്നതല്ല ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത്, പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞത്. കേസുകളുണ്ട്, പോലീസിന്റെ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെയുണ്ട്. അതൊക്കെ അവഗണിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ ഗവൺമെന്റ് പരിശോധന നടത്തേണ്ടതാണ്. നടത്തിക്കോട്ടെ, ഞങ്ങൾക്കതിൽ പ്രശ്നമൊന്നുമില്ല. അല്ല, പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞല്ലോ. നമുക്കതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. അത് അപരാധമൊന്നും പറയുന്നില്ല, മഹാപരാധമൊന്നും പറയുന്നില്ല, ഒന്നും അതിനെപ്പറ്റി ഇപ്പോൾ കമൻറ്റിൻ്റെ മുമ്പിൽ നമ്മളില്ല. കാരണം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു പോകും. അത് ജയിലധികൃതരും ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് നടത്തേണ്ടുന്ന കാര്യമാണ്. പരോളിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന കാര്യമാണ്. പരോളെല്ലാം തടവുകാരൻ്റെ അവകാശമാണ്. അത് ഏതെങ്കിലും രീതിയിൽ ഇല്ലായ്മ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്രയേ ഉള്ളൂ. കണ്ണൂർ സർവകലാശാലയിൽ ഗുരുതര ക്രമക്കേട് എന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസ്. കേറിയിപ്പിന്റെ മറവിൽ സർവകലാശാലയിൽ അംഗീകാരം നൽകാത്ത കോഴ്സിൽ അഡ്മിഷൻ നൽകുകയും പരീക്ഷ നടത്തി റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. വയനാട് WMO ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് കേറിയിപ്പ് വഴി ഞെട്ടിക്കുന്ന ക്രമക്കേടുകൾ നടന്നതെന്നും മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു. കണ്ണൂർ സർവകലാശാലയുടെ ഏകജാലക സംവിധാനത്തിലൂടെ പ്രവേശനം നേടിയിട്ടില്ലാത്ത ഈ വിദ്യാർത്ഥികൾ സർവകലാശാല പോലും അറിയാതെ കേറീപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എക്സാം രജിസ്ട്രേഷൻ നടത്തി. കേറീപ്പ് വഴി തന്നെ അംഗീകാരമില്ലാത്ത കോഴ്സിൽ വ്യാജ അഡ്മിഷൻ നൽകിയ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം യൂണിവേഴ്സിറ്റി തന്നെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു എന്നതും വിചിത്രമാണ്. കേറീപ്പിന്റെ മറവിൽ എന്തും നടക്കുമെന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നതെന്നും സർവകലാശാലയുടെ പൂർണ്ണ നിയന്ത്രണം മഹാരാഷ്ട്രയിലെ കമ്പനിക്കാണെന്നും സർവകലാശാല കേവലം നോക്കുകുത്തിയായി മാറിയെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത ആകെ തകർന്നുവെന്നും P. മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്വാഭാവികമായ വിശദീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്ക് ഈ പറഞ്ഞ പോലെ കോഴ്സ് അപ്ലിക്കേഷൻ അതിനൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയ അനുസരിച്ചാണെങ്കിൽ അവർ ഇത്തവണ തന്നെ ഇത് ഈ അപ്ലിക്കേഷന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചാപ്റ്റർ 5 സ്റ്റാറ്റ്യൂട്ടിലെ ക്രൈറ്റീരിയകൾ അനുസരിച്ച് അതിന്റെ കമ്മീഷൻ ഉൾപ്പെടെ അവിടെ ഇൻസ്പെക്ഷൻ നടത്തി അതിൽ ചില പോരായ്മകളൊക്കെ അവർ ചൂണ്ടിക്കാട്ടിയ തവണ നൽകാൻ കഴിയില്ല എന്നും നേരത്തെ തന്നെ VC അക്കാര്യത്തിൽ ഓർഡർ ഇട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് അതിന്റെ വിശദീകരണം കോളേജിൽ നൽകട്ടെ. എങ്ങനെ ഈ വ്യാജ അഡ്മിഷൻ നടന്നു, വ്യാജ കോഴ്സിൽ എങ്ങനെ പ്രവേശനം നടന്നു എന്നത് സംബന്ധിച്ചൊക്കെ സർവകലാശാല വ്യക്തമാക്കട്ടെ. അപ്പോ ഇതിന്റെ ബാക്കി കഥകൾ അന്നേരം പറയാം. നമ്മൾ ആദ്യം ഇതിനകത്തെ ഇതിന്റെ ഉള്ളുകളികളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ അറിയാം എന്താണ് ഇതിൽ നടക്കുന്നത്. സർവകലാശാല ഇപ്പൊ പെട്ടിരിക്കുന്ന ആ വിഷയത്തിന്റെ ഗൗരവവും നല്ല ബോധ്യം ഏത് രീതിയിൽ ബന്ധപ്പെട്ടുണ്ട്. കേവലം ഒരു ഈ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. കഴിഞ്ഞ ദിവസം റിസൾട്ട് ചോർന്നതുപോലെ ഇന്നിപ്പോ വ്യാജ കോഴ്സിന്റെ അഡ്മിഷന്റെ വിവരങ്ങൾ പുറത്തു വന്നതുപോലെയല്ല, മറിച്ച് ഇതിനപ്പുറത്തേക്കുള്ള ഗൗരവകരമായ വിഷയങ്ങൾ ഈ കേറീപ്പ് പദ്ധതിയുടെ മറവിൽ നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടെ ശേഖരിച്ചു വരികയാണ്. MKCL എന്ന മഹാരാഷ്ട്ര കമ്പനിയുടെ പിന്തുണയുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള അംഗീകാരവും ഇല്ലെങ്കിലും ആർക്കും കോളേജും കോഴ്സും ആരംഭിച്ച് വിദ്യാഭ്യാസ കച്ചവടം നടത്താമെന്നതിന്റെ തെളിവാണ് പുറത്തുവരുന്നത്. ഒരു തരത്തിലുള്ള സുതാര്യതയും സുരക്ഷിതത്വവും ഇല്ലാത്ത മഹാരാഷ്ട്ര കമ്പനിയെ എല്ലാം ഏൽപ്പിച്ചതിന് പിന്നിൽ അടിമുടി ദുരൂഹതയുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാവിയെ വെച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ കച്ചവടം അനുവദിക്കില്ലെന്നും പുറത്തുവരുന്നത് ക്രമക്കേടിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും പരീക്ഷാഫലം തന്നെ ചോരുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും അംഗീകാരമില്ലാത്ത കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ സംഭവത്തിലെ മുഴുവൻ ക്രമക്കേടുകളും പുറത്തുവരണമെന്നും മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, സംസ്ഥാന കമ്മിറ്റി അംഗം ആകാശ് ഭാസ്കരൻ, ജില്ലാ വൈസ് പ്രസിഡന്റും സെനറ്റ് അംഗവുമായ ആഷിഷ് അശോകൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. കുറുവ UPU സ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം മാതൃവിദ്യാലയത്തിലേക്ക് പോകുന്ന ബിന്ദു ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനും കഴിയുന്നില്ല. ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ശാസ്ത്ര കലാ കായിക മേളകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെയും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും യൂണിവേഴ്സിറ്റി MA ഭരതനാട്യം ഫസ്റ്റ് ക്ലാസ് ഹോൾഡർ ശരണ്യ സന്തോഷിനെയും അനുമോദിക്കുന്ന ചടങ്ങും നടന്നു. ഹെഡ് മാസ്റ്റർ TK പ്രദീപൻ മാസ്റ്റർ സ്വാഗതം ചെയ്ത യോഗത്തിൽ കുറുവ ഡിവിഷൻ കൌൺസിലർ KN മിനി അധ്യക്ഷത വഹിച്ചു. USS നേടിയ കുട്ടികളെയും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും MA ഭരതനാട്യം ഫസ്റ്റ് ക്ലാസ് ഹോൾഡർ ശരണ്യ സന്തോഷിനുമുള്ള ഉപഹാര സമർപ്പണം മേയർ നിർവഹിച്ചു. കുട്ടികൾക്കായുള്ള ഉപഹാര സമർപ്പണം AEO OC പ്രസന്നകുമാരി, BPC KC സുധീർ എന്നിവർ നിർവഹിച്ചു. റിയാസ് കാഞ്ഞിര സ്കൂളിലേക്ക് സമർപ്പിച്ച വാട്ടർ പ്യൂരിഫയർ മേയർ മുസ്ലിഹ് മഠത്തിൽ സ്കൂളിന് കൈമാറി. 6ാം ക്ലാസ്സിലേക്കുള്ള ഫർണിച്ചറുകൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ OC പ്രസന്നകുമാരി ടീച്ചറും 2ാം ക്ലാസ്സിലേക്കുള്ള ഫർണിച്ചറുകളുടെ കൈമാറ്റ ചടങ്ങ് BPC KC സുധീറും നിർവഹിച്ചു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ KK രാജീവ്, മാനേജർ കോറോത്ത് പ്രകാശൻ, PTA പ്രസിഡന്റ് C അരുൺ, വികസന സമിതി വർക്കിംഗ് ചെയർമാൻ K പവിത്രൻ, മദർ PTA പ്രസിഡന്റ് K ഐശ്വര്യ, വികസന സമിതി അംഗം മമ്മൂഞ്ഞി, SRG കൺവീനർ CC സവിത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി K മുകേഷ് നന്ദി അറിയിച്ചു. പാഴ്പേനകളിൽ വർണ്ണവിസ്മയം തീർത്ത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ JRC യൂണിറ്റ് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് കമനീയമായ ഒരു സൈൻ ബോർഡാണ് ഒരുക്കിയിട്ടുള്ളത്. കലാഹൃദയത്തിന് മുന്നിൽ ഒന്നും പാഴ്വസ്തുവല്ല എന്ന സന്ദേശമാണ് നിർമ്മിതി നൽകുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ JRC യൂണിറ്റ് വ്യത്യസ്തമായ ഒരു മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കലാഹൃദയത്തിന് മുമ്പിൽ ഒന്നും പാഴ്വസ്തുവല്ല എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് കടമ്പൂരിലെ JRC യൂണിറ്റ്. ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞേക്കാവുന്ന പേനകൾ JRC കേഡറ്റുകളിൽ എത്തിക്കാനുള്ള ഉത്സാഹത്തിലാണ് കടമ്പൂർ സ്കൂളിലെ 6000-ഓളം വരുന്ന കുട്ടികൾ. ഇനി ഒരു പേന പോലും ഉപയോഗിച്ച ശേഷം വലിച്ചെറിയില്ല എന്ന നിശ്ചയദാർഢ്യം അഭിനന്ദാർഹമാണ്. സ്കൂൾ HM സുധാകരൻ മഠത്തിൽ, ഡെപ്യൂട്ടി HM ലതീഷ് മാസ്റ്റർ, UP ഇൻചാർജ് K അനിൽകുമാർ മാസ്റ്റർ, JRC സ്കൂൾ യൂണിറ്റ് കൗൺസിലർമാരായ ലൈജു മാസ്റ്റർ, പ്രമീള ടീച്ചർ, ജിംന ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ വളക്കയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. അശ്രദ്ധമായി മനുഷ്യജീവന് അപകടം വരത്തക്ക രീതിയിൽ വാഹനമോടിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. അതേസമയം ബസിന് തകരാറുണ്ടായിരുന്നുവെന്ന ഡ്രൈവറുടെ വാദം തള്ളി ചിന്മയ സ്കൂൾ പ്രിൻസിപ്പൽ രംഗത്തെത്തി. സ്കൂൾ ബസിന് തകരാർ ഉണ്ടായിരുന്നില്ലെന്നും ചിന്മയ സ്കൂൾ പ്രിൻസിപ്പൽ KN ശശി പറഞ്ഞു. ബസ്സിന് 2027 വരെ പെർമിറ്റ് ഉണ്ടെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. അതേസമയം വാഹനത്തിന്റെ ബ്രേക്ക് പൊട്ടിയതാണെന്ന ഡ്രൈവറുടെ വാദം തള്ളി മോട്ടോർ വാഹന വകുപ്പും രംഗത്ത് എത്തിയിട്ടുണ്ട്. അപകടത്തിന് കാരണമാകുന്ന മെക്കാനിക്കൽ തകരാറുകൾ വാഹനത്തിനില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് RTOക്ക് നൽകി. ഡ്രൈവറുടെ മെഡിക്കൽ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് കത്ത് നൽകി. ബസിന്റെ ബ്രേക്ക് പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടമായി എന്നായിരുന്നു ഡ്രൈവറുടെ മൊഴി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ച സംഭവം കണ്ണൂർ RTO ഓഫീസിലേക്ക് ഇരച്ചുകയറി KSU പ്രതിഷേധം. സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് ഗതാഗത മന്ത്രി ഇടപെട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നീട്ടി നൽകിയെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. തളിപ്പറമ്പ് കുറുമാത്തൂരിൽ കഴിഞ്ഞ ദിവസം സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരണപ്പെടുകയും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നതിൽ പ്രതിഷേധിച്ചാണ് KSU RTO ഓഫീസിൽ ഇരച്ചു കയറിയത്. കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഓഫീസിലേക്കാണ് KSU പ്രതിഷേധം നടന്നത്. വിദ്യാർത്ഥികളെ കൊലക്ക് കൊടുക്കും അധികാരികളെ പ്രതിഷേധം. സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് ഗതാഗത മന്ത്രി ഇടപെട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നീട്ടി നൽകുക വഴി വിദ്യാർത്ഥികളുടെ ജീവന് സർക്കാർ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നും സമരക്കാർ ആരോപിച്ചു. മാനദണ്ഡങ്ങളെല്ലാം ഉദ്യോഗസ്ഥർ തന്നെ അട്ടിമറിക്കുന്നുവെന്നും ഇവർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കും വിലക്കയറ്റത്തിനുമെതിരെ KTDC എംപ്ലോയീസ് അസോസിയേഷൻ CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം അരക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നാളിതുവരെ ഇല്ലാത്ത അതീവ ദാരുണമായ ഒരവസ്ഥയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പ്രത്യക്ഷത്തിൽ ഭരണകൂടമെന്ന് പറയുന്ന 3 തൂണുകളും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേറ്റീവും ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിന്റെ നോക്കുകുത്തുകളാക്കി പാർലമെന്റ് എല്ലാവരെയും പ്രതിപക്ഷത്തെ
സംസാരിക്കാൻ അവസരമില്ലാതെ സസ്പെൻഡ് ചെയ്തുകൊണ്ടും വർധന നിയമങ്ങളും കരിനിയമങ്ങളും ജനവിരുദ്ധ ജനദ്രോഹ നിയമങ്ങളും ഒന്നിനു പുറകെ മറ്റൊന്നായി രാജ്യത്തെ സമ്പന്നന്മാർക്ക് വേണ്ടി, കുത്തകക്കാർക്ക് വേണ്ടി, കോർപ്പറേറ്റുകാർക്ക് വേണ്ടി അടിയറ പറയുന്ന ഒരു ഭരണകൂടമാണ് രാജ്യത്തിന്റെ അകത്ത് മോദിയുടെ നേതൃത്വത്തിൽ നടമാടുന്നത് എന്ന കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയുന്നതാണ്. ജില്ലാ പ്രസിഡന്റ് നിജിൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. നിഷാദ് പി എസ് പ്രസാദ്, കെ ബാലകൃഷ്ണൻ, ശരവണൻ, ശ്രീധരൻ, ജസ്ന, ബ്രിൻസി എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.